പ്ലാനറ്റ് നമക്യാനയിൽ വന്നെത്തിയ ഫ്രീസയും ഫ്രീസ പടകളും ചേർന്ന് ക്രൂരവും പൈശാചികവുമായ രീതിയിൽ അവിടെ വധിച്ചിരുന്ന നമക്യന്മാരെയെല്ലാം ഒന്നുവിടാതെ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുന്നതും ഫ്രീസപ്പടയുടെ കണ്ണിൽ വെച്ചിരുന്ന മുഴുവൻ എനർജി മീറ്ററുകളും നശിപ്പിച്ചു കളയുന്ന എൽഡർ ഗുരുവിനോട് വളരെയധികം ദേഷ്യം വരുത്തുന്ന ഡോറിമോ ഇവന്മാരെയെല്ലാം ഞാൻ എന്റെ വെറും കൈകൾ കൊണ്ട് കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടെ മുഴുവൻ ശക്തികളും ആർജിച്ചെടുത്തുകൊണ്ട് പാഞ്ഞു വരുന്ന ഡോഡോറിമയെ നോക്കി ഭയന്ന് വിറച്ച് സ്തംഭിച്ചു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്യൻ സാഗയുടെ 5ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. വളരെ അധികമായി അരിച്ചത്തോടെ എൽഡർ ഗുരുവിനെ നേർക്ക് കൊല്ലുവാൻ വേണ്ടി പാഞ്ഞു ചെല്ലുന്ന ഡൊഡോറിമോയെ ഒരു നിമിഷം നിൽക്കൂ ഡൊഡോറിമോ, ആദ്യം നീ ഇളമുറക്കാരെ എല്ലാം കൊല്ല്, അതിനുശേഷം ആ കിളവനെ കൊല്ല എന്നും പറഞ്ഞ് ഫ്രീസ അവനെ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയും ആദ്യം ഡൊറിമയെ കൊല്ലാൻ പറ്റത്തില്ലോ എന്നോർത്ത് അമർഷത്തോടെ ഫ്രീസയുടെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി വളരെ ദേഷ്യത്തോടെ പല്ലും കടിച്ചുകൊണ്ട് ഡൊഡോറിമയെ അവർക്ക് നേരെ തിരിയുകയാണ്. 10 നിമിഷം കൊണ്ട് നിന്നെല്ലാം ഞാൻ കൊന്നു കളയൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഡൊഡോറിമ വേഗമാത്ര വിദ്യ ഉപയോഗിച്ച് നമയ്ക്കന്മാരുടെ പിറകിൽ ചെല്ലുകയും അവരുടെ എല്ലാം വയറിലും ചങ്കിലുമായി ആഞ്ഞിടിക്കുകയും തൊഴിച്ചു പറത്തുകയും ചെയ്യുന്നു. നമക്യന്മാർ 3 പേരും മുഴുവൻ ശക്തി ആർജിച്ചുകൊണ്ട് വളരെ കരുത്തോടെ ഡൊഡോറിമയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ ശക്തിമാനായ ഡൊഡോറിമയ്ക്ക് ഒരു പോറൽ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നമക്യന്മാരുടെ എനർജി അറ്റാക്ക് പോലും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അതിജീവിച്ചു വരുന്ന ഡൊഡോറിമോ വളരെ ദേഷ്യത്തോടെ 3 നമക്യന്മാരെ 3 സൈഡിലേക്ക് അടിച്ചു പറത്തി കൊന്നു കളയുകയാണ്. ആ കാഴ്ച കണ്ട് വളരെ സന്തോഷമാനാവുന്ന ഫ്രീസാസാമ, എടോ കിളവൻ കുരുക്കളെ, നീ ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ പടയിലെ ഒരുവന്റെ ശക്തി? നീയൊക്കെ ഓടി ഒളിച്ചാലും ആക്രമിക്കാൻ വന്നാലും അതൊന്നും ഞങ്ങളുടെ രോമത്തിൽ പോലും തൊടില്ല. നിങ്ങളായിട്ട് വന്ന് കീഴടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവനെങ്കിലും ഞാൻ തരും പിച്ചയായിട്ട്. അതെല്ലാം കേൾക്കുന്ന എൽഡർ ഗുരു പേടിച്ചു വരച്ചുകൊണ്ട്, ശരി ഞാൻ ഡ്രാഗൺ ബോൾ തരാം, ഞങ്ങളുടെ കുട്ടികളെ പകരം ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഡ്രാഗൺ ബോൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഫ്രീസയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അതെല്ലാം കണ്ട് ഗുഹാന്റെ രക്തം തിളച്ചവന് വളരെയധികം ദേഷ്യം വരുന്നുണ്ടെങ്കിലും ക്രില്ലിനെ എന്തെല്ലാമോ പറഞ്ഞു അവനെ ശാന്തനാക്കി നിലനിർത്തുവാൻ ശ്രമിക്കുകയാണ്. ആ ഡ്രാഗൺ ബോൾ കിട്ടുന്നതോടെ ഫ്രീസയ്ക്ക് വളരെയധികം സന്തോഷം വരികയും, ഇനി സാരമില്ല, എന്റെ ആവശ്യം കഴിഞ്ഞു, ഇതുവരെയായിട്ട് ഞാൻ കൊന്നുകളഞ്ഞ ഒരു ഗുരുക്കന്മാരും വേറെ ഡ്രാഗൺ ബോൾ ഉള്ളത് ആരുടെ കയ്യിലാന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല, ഞാൻ തന്നെയാണ് അതെല്ലാം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നിന്നെയൊക്കെ ഇനി എന്തായാലും എനിക്ക് ആവശ്യമില്ല, കുട്ടികളെ അടക്കം എല്ലാത്തിനും കൊന്നേക്ക എന്നും പറഞ്ഞുകൊണ്ട് ഫ്രീസ പൊട്ടിച്ചിരിക്കുകയാണ്. അതേസമയം കൊണ്ട് കുട്ടികളെ കൊല്ലാതിരിക്കാൻ വേണ്ടി മുന്നിൽ കയറി നിൽക്കുന്ന എൽഡർ ഗുരുവിനെ ഡൊഡോറിമി അടിച്ച് പപ്പടം പോലെ തെറിപ്പിക്കുകയാണ്. ഫ്രീസയുടെ ആൾക്കാർ ആദ്യം കുട്ടികളെയാണ് കൊല്ലാൻ വരുന്നതെന്ന് മനസ്സിലാക്കുന്ന എൽഡർ ഗുരു കുട്ടികളോട് അവിടെ നിന്ന് എത്രയും വേഗം ഓടിപ്പോ എന്നും പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ വായിൽ നിന്ന് ഒരു എനർജി അറ്റാക്ക് അയക്കുന്ന ഡൊഡോറിമോ അതിലൊരു കുട്ടീനെ ഭസ്മമാക്കി കളയുന്നു. അത് കാണുന്ന എൽഡർ ഗുരുവും ക്രില്ലിനും ഗുഹാനും ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോവുകയാണ്. അതെല്ലാം കാണുന്ന ഗുഹാന് വളരെയധികം ദേഷ്യമായി ഇരച്ചു കയറി വരുന്നുണ്ടെങ്കിലും ഗുഹാനെ ഒരു തരത്തിൽ ക്രില്ലിൻ കൺട്രോൾ ചെയ്തു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തി ആർജിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന ഡൊഡോറിമോ ഇല്യൂഷൻ അറ്റാക്ക് എല്ലാം പ്രയോഗിച്ചുകൊണ്ട് എൽഡർ ഗുരുവിനെ നിഷ്പ്രയാസം കൊന്നു നിലത്തിടുകയാണ്. അതെല്ലാം കാണുന്ന ആ ഗ്രാമത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരേ ഒരു കുട്ടി ഭയന്ന് വരച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിത്തള്ളുമ്പോൾ വളരെ ഉച്ചത്തിൽ അട്ടഹസിക്കുന്ന ഡൊഡോറിമോ കുട്ടിയുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. നിന്നെ പോലൊരു കീടത്തെ കൊല്ലുന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല, എങ്കിലും നീ ചാകേണ്ടവനാണെന്നും പറഞ്ഞ് വളരെ ശക്തി ആർജിച്ചുകൊണ്ട് ഡൊഡോറിമയുടെ ആന കൈ കൊണ്ട് ആ കുട്ടീനെ അടിച്ചു കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന ഗുഹാൻ അതെല്ലാം കണ്ട് ഉറക്കെ അലറുകയും മിന്നൽ വേഗത്തിൽ പാറി പറഞ്ഞു വന്ന് ഡൊഡോറിമയുടെ മുഖം നോക്കി ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുന്നു. ആ ചെറിയൊരു ചവിട്ടിന്റെ ആഘാതത്തിൽ വളരെ ശക്തിമാനായ ഡൊഡോറിമോ 1 കിലോമീറ്റർ പറന്നപ്പുറത്തി വന്ന് വീഴുകയാണ്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഗുഹാനെയും ഗുഹാന്റെ ശക്തിയും ആക്രമണവും എല്ലാം കാണുന്ന ഫ്രീസയും ഫ്രീസപ്പടയും ഞെട്ടി വരണ്ട് നിന്ന് പോവുകയാണ്. ചട കുടഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഡൊഡോറിമോ, നീ ആരാടാ പേട്ടിച്ചെറുക്ക എന്നും പറഞ്ഞുകൊണ്ട് ഗുഹാനോട് അലറുമ്പോൾ നമക്യൻ കൊച്ചിന്റെ അടുത്തേക്ക് വന്നിറങ്ങുന്ന ഗുഹാൻ, നിന്റെ കാലനാടാ ഞാൻ എന്നും പറഞ്ഞു ഉറക്കെ അലറുകയാണ്. എന്നാൽ പെട്ടെന്ന് അപായം മനസ്സിലാക്കുന്ന ക്രില്യൻ അവിടേക്ക് പാറി പറന്ന് ചെല്ലുകയും ആ നമക്യൻ കൊച്ചിനെ തൂക്കിക്കൊണ്ട്, ഗുഹാൻ ഇവിടെ നിന്നും പറന്നു വരൂ പെട്ടെന്ന് എന്റെ പിന്നാലെ എന്നും പറഞ്ഞു പെട്ടെന്ന് പറന്ന് ഇവിടെ നിന്നും പോവുകയാണ്. ഒട്ടും താമസിക്കാതെ തന്നെ ഗുഹാനും ക്രില്യനൊപ്പം പറന്നു പോവുകയാണ്. അതെല്ലാം കാണുന്ന ഫ്രീസ വളരെയധികം ദേഷ്യത്തോടെ, ഡൊഡോറിമോ എനിക്ക് അവന്മാരെ ജീവനോടെ വേണം, പെട്ടെന്ന് പിടിച്ചോണ്ട് വാന്നും പറഞ്ഞ് അലറുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന ഡൊഡോറിമോ അവരുടെ പിന്നാലെ വെച്ചു പിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലടാ എന്ന് പറഞ്ഞ് ഉറക്കെ അലറിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ പാറി പറഞ്ഞു ചെല്ലുന്ന ഡൊഡോറിമോ നിമിഷതരം കൊണ്ട് അവന്മാരുടെ ഒപ്പം ചെല്ലുകയും വളരെ മാരകമായ എനർജി അറ്റാക്കുകൾ ഗുഹാന്റെയും ക്രില്ലിന്റെയും നേർക്ക് മാറി മാറി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു അറ്റാക്കിന്റെ അപഭ്രംശം ക്രില്ലിന്റെ കൈകളിൽ ചെന്ന് പതിക്കുമ്പോൾ അവൻ കയ്യിൽ പിടിച്ചിരുന്ന നമക്യൻ കുട്ടി താഴേക്ക് വീണ് പോവുകയാണ്. പെട്ടെന്ന് വേഗമാത്ര വ്യക്തി ഉപയോഗിച്ചുകൊണ്ട് ഗുഹാൻ അവിടേക്ക് പാറി പറഞ്ഞു ചെല്ലുകയും കൊച്ചിനെ കൈയോടെ പിടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഗുഹാന്റെ നേർക്ക് ഒരു എനർജി അറ്റാക്ക് പാറി വരുന്നുണ്ടെങ്കിലും ക്ഷണനേരം കൊണ്ട് തെന്നി മറന്ന ഗുഹാൻ ക്രില്യൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന്
നിന്നും പാറി വളരെ ദൂരേക്ക് പറക്കാൻ ശ്രമിക്കുകയാണ്. ക്രില്യൻ സാൻ, നമുക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാം. എന്തിനാണ് ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ച് ഗുഹാൻ അലർന്നുണ്ടെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശത്രു അല്ല ഇവൻ. ഇവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നിനക്ക് കഴിയുന്നത്ര വേഗത്തിൽ പാറി പറക്ക് ഗുഹാൻ എന്ന് പറഞ്ഞ് ക്രില്യൻ അലറുകയാണ്. പെട്ടെന്ന് ക്രില്യൻ, എനിക്കൊരു ഐഡിയ കിട്ടി ഗുഹാൻ, നീ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ തിരിഞ്ഞു നിന്നുകൊണ്ട് സോളാർ ഫ്ലൈം എന്ന് ഉറക്കെ അലറിക്കൊണ്ട് പ്രകാശ പ്രതിധ്വനി വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡോഡോറിമയുടെ കണ്ണ് മഞ്ഞളിപ്പിച്ച് കളയുകയാണ്. ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ഗുഹാനും ക്രില്യനും കൂടെ രണ്ട് മലകൾക്കിടയിലുള്ള ഒരു ഇടുക്കിൽ പോയി ഒളിഞ്ഞിരിക്കുകയാണ്. ചുറ്റിനും പറന്ന് നടന്നു നോക്കുന്ന ഡോഡോറിമയ്ക്ക് അവരെ കാണാൻ കഴിയാതെ വന്നപ്പോൾ ഡോഡോറിമ ആകാശത്തിലേക്ക് വളരെ ഉയരത്തിൽ ഉയർന്നു പറന്നുകൊണ്ട് ചുറ്റിനും നിരീക്ഷിക്കുകയാണ്. അതിന്റെയൊക്കെ ശ്രമഫലമായി അവരെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഡോഡോറിമ അവസാനം കണ്ടുപിടിക്കുകയും അവന്റെ മുഴുവൻ ശക്തി ആർജിച്ചെടുത്തുകൊണ്ട് വളരെ ശക്തമായ ഒരു എനർജി അറ്റാക്ക് അങ്ങോട്ടേക്ക് പ്രയോഗിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മലയും പുഴയും എല്ലാം ഭസ്മമായി പോകുന്നത് കാണുന്ന ഡോഡോറിമ ഫ്രീസസാമ ഇവന്മാരെ ജീവനോടെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. പക്ഷെ ഇവന്മാരുടെ പൊടി പോലും ഇല്ലല്ലോ, ഞാൻ ഇനി എങ്ങനെ കൊണ്ടുപോകാനായി എന്നും പറഞ്ഞു ക്രൂരമായ രീതിയിൽ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പാറി പറന്ന് തിരികെ പോവുകയാണ്. എന്നാൽ ഡോഡോറിമ നിന്നിരുന്നതിന്റെ എതിർവശത്ത് അന്തരീക്ഷത്തിൽ വളരെ ഉച്ചത്തിലായി ഗുഹാനും ക്രില്യനും ഉയർന്നു പറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ക്രില്യൻ, നിനക്ക് പറക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ കൊച്ചിനെ സ്വതന്ത്രനാക്കും. എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ടെന്ന് ക്രില്യനോട് ആ കുട്ടി പറയുമ്പോൾ, നീ നന്ദി പറയേണ്ടത് എന്നോടല്ല ഇവനോടാണ്. എന്തായാലും നീ ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങളുടെ താവളത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ക്രില്യൻ നമയ്ക്കും കൊച്ചിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പറന്നു പോവുകയാണ്. അതേസമയം അവരുടെ താവളത്തിലെ ഒരു ബാത്ത് ടബിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന ബുൾമ ഒരു പ്രത്യേക ഉപകരണം വഴി ഭൂമിയിൽ അവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾക്ക് എത്രയും വേഗം തിരികെ അവിടെ വരണം, എന്തെങ്കിലും ഏർപ്പാട് ചെയ്തു തരുമെന്നും പറഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ, നീ ഇപ്പൊ തിരികെ ഭൂമിയിലേക്ക് വരുന്നത് നല്ലൊരു വഴിയല്ല, ഞാൻ ഗോകുവിനെ അവിടേക്ക് അയച്ചിട്ടുണ്ട്, ഇനിയല്ല അവൻ നോക്കിക്കോളും, 6 ദിവസത്തിനും അവൻ വരും എന്നും പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയാണ്. ഞാൻ കേൾക്കുന്ന ബുൾമയ്ക്ക് വളരെയധികം സന്തോഷം വരികയാണ്. അതേസമയം ഡൊഡോറിമോ അന്തരീക്ഷത്തിൽ കൂടി പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡൊഡോറിമയുടെ എതിരിൽ പെടുങ്ങിനെ വരുന്ന ഒരു എനർജിയിൽ നിന്നും അതിശക്തമായ ഒരു പ്രഹരം ഡൊഡോറിമയുടെ മുഖത്തേക്ക് വന്ന് പതിക്കുകയാണ്. അതിന്റെ ആഘാതത്തിൽ അവിടെ ഉണ്ടായിരുന്ന വളരെ വലിയൊരു പുഴയിലേക്ക് ഡൊഡോറിമ ചെന്ന് പതിക്കുന്നു. പുഴയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നീന്തി കയറി വരുന്ന ഡൊഡോറിമ കാണുന്നത് വെജീറ്റ അവന്റെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നീ എന്ത് തടിയാണ് വെജീറ്റ ഇവിടേക്ക് വന്നതെന്ന് ഡൊഡോറിമ അവനോട് ചോദിക്കുമ്പോൾ, നീയും സർബോണും ആ ഫ്രീസയുടെ വാലാട്ടി പട്ടികളല്ലേ, നിന്നെയൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ നിനക്ക് ചുറ്റും ഫ്രീസയില്ല, ഇതാണ് നിന്റെ അന്ത്യം എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ പൊട്ടിപ്പൊട്ടി ചിരിക്കുകയാണ്. എന്നാൽ വെജീറ്റയുടെ കണ്ണിൽ വെച്ചിരിക്കുന്ന എനർജി മീറ്റർ കാണുന്ന ഡൊഡോറിമോ, വെജീറ്റ ആ എനർജി മീറ്റർ എനിക്ക് തരികയാണെങ്കിൽ ഈ ഒരു തവണ തന്നെ നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റനെ പുച്ഛിക്കുകയാണ്. അതിനെന്താ തന്നേക്കാമല്ല എന്ന് പറഞ്ഞ് വെജീറ്റ എനർജി മീറ്റർ ഒരു നിലത്തേക്ക് ഇടും. അത് കാണുന്ന ഡൊഡോറിമോ സന്തോഷത്തോടെ, നിനക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉണ്ടായല്ലോ, നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടാക്ക എന്ന് പറഞ്ഞ് പതുക്കെ നടന്ന് എനർജി മീറ്റർ എടുക്കാൻ വേണ്ടി അവിടേക്ക് നടന്നു വരുമ്പോൾ വളരെ പുച്ഛത്തോടെ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് വെജീറ്റത്തിലേക്ക് ആഞ്ഞു ചവിട്ടി അത് പൊട്ടിച്ചു കളയുന്നു. അത് കാണുന്ന ഡൊഡോറിമോ അത്ഭുതപ്പെട്ടുകൊണ്ട്, വെജീറ്റ നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്, അതില്ലാതെ നീ എങ്ങനെയാണ് നമക്കിന്മാരോ ഡ്രാഗൺ ബോളോ ഫ്രീസസാമോ ഇവരെല്ലാം എവിടെയാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ച് അലറുമ്പോൾ, ഏടാ മണ്ട, എനിക്ക് അതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല, ഭൂമിയിൽ പോയപ്പോഴാണ് ഞാൻ എന്നെ പോലെ മറ്റൊരു സയാനെ അവിടെ കണ്ടെത്തിയത്, അവരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത വിദ്യ മാത്രം മതി എനിക്ക് ഇവിടെ അതിജീവിക്കാൻ, ഇതിന്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് വെജീറ്റ പൊട്ടിച്ചിരിക്കുന്നു. അതെല്ലാം കേൾക്കുന്ന ഡൊഡോറിമോ, ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായടാ, ഈ ആ എർത്തിയന്മാരുടെ കൂടെ ചേർന്നല്ലേ പ്രവർത്തിക്കുന്നത്, ഞാൻ ആ വൃത്തികെട്ട എർത്തിയന്മാരെ ഓടിച്ചുകൊണ്ടാണ് ഇവിടം വരെ വന്നത്, ഇവിടെ വെച്ച അവന്മാരെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അത് കേൾക്കുന്ന വെജീറ്റ, എർത്തിയൻസോ, ഞാൻ അറിയാതെ ഏത് എർത്തിയൻസ് ആണ് ഇവിടെ വന്നത്, ആരാണതെന്ന് ചോദിച്ച് അലറുകയാണ്. എന്നിട്ട് വെജീറ്റ അവന്റെ അമർഷമെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട്, എർത്തിയൻസ് ഒന്നും ഇവിടെ വരാൻ യാതൊരു വഴിയുമില്ല, ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ അതിനു മുന്നേ നിന്റെ കഥ ഞാൻ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡൊഡോറിമോനെ നോക്കി അട്ടഹസിച്ചിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന ഡൊഡോറിമോ, ശരി അങ്ങനെയാണെങ്കിൽ നീ അവരുടെ പുറകെ വെക്കോ, നീ ഇപ്പോൾ പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് അലറുമ്പോൾ അതേസമയം ഡൊഡോറിമയുടെ കാലുകളിലേക്ക് നോക്കുന്ന വെജീറ്റ ഡൊഡോറിമയുടെ കാലുകൾ കൂട്ടിയിടിക്കുന്നതും പതർന്നതുമാണ് കാണുന്നത്. എന്റെ അടുത്തിടുന്ന് നീ നാടകമൊന്നും കളിക്കേണ്ട ഡൊഡോറിമോ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് വെജീറ്റ ചിരിക്കുമ്പോൾ, ഞാൻ കേവിയോട് ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ നിനക്കും സർബോണും മനസ്സിലായി കാണും ഞാൻ എത്രമാത്രം ശക്തിയുള്ളവനാണെന്ന്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഇടന്ന് പേടിക്കുന്നത്, നിനക്ക് എന്നെ കാണുമ്പോൾ പേടിയുണ്ടല്ലേ എന്നും പറഞ്ഞ് വെജീറ്റ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ഡൊഡോറിമ പേടിച്ചു പറിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ബാറ്റിൽ പവർ കണ്ടല്ലടാ നീ കിടന്ന് പേടിക്കുന്നത് എന്ന് ചോദിച്ച് വെജീറ്റ അലറുമ്പോൾ, ഇല്ല അതെല്ലാം പൊയ്യാണ്, അതൊന്നും സത്യമല്ല, അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞാനത് വിശ്വസിക്കില്ല, ഇവനെ എനിക്ക് കൊല്ലാൻ കഴിയുമെന്നും പറഞ്ഞ് ഡൊഡോറിമോന്റെ മുഴുവൻ ശക്തി അറിയിച്ചെടുത്തുകൊണ്ട് ഒരുപാട് ബാക്ക് ടു ബാക്ക് ഒരുപാട് എനർജി അറ്റാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് വെജീറ്റനെ കൊല്ലാൻ മാരകമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ധ്രുവമാത്ര വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വെജീറ്റ അവന്റെ പിറകിലേക്ക് വന്നെത്തുകയും, നിനക്കെന്നെ തോപ്പിക്കാൻ കഴിയില്ല ഡൊഡോറിമോ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ഡൊഡോറിമോയുടെ 2 കൈയും പുറകോട്ട് പിടിച്ച് വളച്ച് ഒടിച്ചു കളയുകയാണ്. ഇനി നീ മരിക്കുന്നതിന് മുന്നേ ഞാനൊരു രഹസ്യം കൂടി പറഞ്ഞു തരാം, ഞാൻ എപ്പോഴും അഹങ്കാരത്തോടെ പറയുന്നത് പോലെ ഞാനൊരു സയാം വംശിയാണ്, ഭൂമിയിൽ വെച്ച് ഫൈറ്റ് ചെയ്ത ഞാൻ എന്നേക്കാളും ശക്തിയുള്ള ഒരുവനോടാണ് ഫൈറ്റ് ചെയ്തത്, ആ ഫൈറ്റിന്റെ ഫലമായി ഞാൻ മരണത്തിനടുത്ത് വരെ എത്തിയതാണ്, അതിനുശേഷമാണ് എന്റെ ജീവിത രഹസ്യം ഞാൻ തന്നെ മനസ്സിലാക്കിയത്. ഞങ്ങൾ സയാന്മാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, ഞങ്ങൾ സയാന്മാർ ഞങ്ങളെക്കാൾ ശക്തരായ എതിരാളികളോട്
പോരാടുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തി പഴയതിൽ നിന്നും ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിന്നേക്കാളും സർബോണേക്കാളും ശക്തി എനിക്ക് ആർജിച്ചെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് വെജിറ്റ അലറുമ്പോൾ പേടിച്ചു വിറയ്ക്കുന്ന ഡൊഡോറിമോ, വെജിറ്റ എന്നെ നീ ഇപ്പോൾ കൊല്ലാതെ വിടുകയാണെങ്കിൽ എന്നെ നിന്റെ സയന്മാരെയും പ്ലാനറ്റ് വെജിറ്റയും കുറിച്ച് ഞാൻ ഒരു രഹസ്യം നിന്നോട് പറഞ്ഞു തരാം. പകരം നീ എന്നെ കൊല്ലാതെ വിടണമെന്ന് പറഞ്ഞ് വെജിറ്റയുടെ കാല് പിടിക്കും. പ്ലാനറ്റ് വെജിറ്റ എന്ന് കേൾക്കുമ്പോൾ പതറുന്ന വെജിറ്റ എന്താണതെന്ന് ചോദിക്കുമ്പോൾ എന്നെ നീ വിടുകയാണെങ്കിൽ പറയാ എന്നും പറഞ്ഞ് ഡൊഡോറിമോ കരയുന്നു. ഉടനെ അത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വെജിറ്റ അവന്റെ കൈകളിൽ നിന്ന് വിട്ടിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞാൽ പിന്നെ നീ എന്നെ ഉടനെ ഒന്നും കൊല്ലാൻ പാടില്ല വെജിറ്റ എന്നും പറഞ്ഞ് ഡൊഡോറിമോ കരയുമ്പോൾ ഇത് നീ പറയുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊന്നുകളയും, വേഗം പറയടാന്നും പറഞ്ഞ് വെജിറ്റ അലറുകയാണ്. അത് കേൾക്കുന്ന ഡൊഡോറിമോ, നീയൊക്കെ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ സയാൻ പ്ലാനറ്റ് വെജിറ്റ ഒരു വാൽ നക്ഷത്രം വന്നിടിച്ച് പൊട്ടിത്തെറിച്ചു പോയതൊന്നുമല്ല. ഫ്രീസ സാമ നിങ്ങളോടല്ല അതിനെപ്പറ്റി പറഞ്ഞത് വെറും പച്ച കള്ളം മാത്രമാണ്. നീ തൊട്ടു മുന്നേ എന്നോട് പറഞ്ഞതുപോലെ തന്നെ സയാന്മാർ വളരെ അപകടം പിടിച്ച ആൾക്കാരായിരുന്നെന്ന് ഫ്രീസ സാമയ്ക്ക് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ചില സയാന്മാർക്ക് ഫ്രീസ സാമയുടെ ഒപ്പം തന്നെ ശക്തി ഉണ്ടായിരുന്നു. നിന്നെ പോലെയുള്ള സയാന്മാർ ഒന്നിച്ച് സംഘടിച്ചാൽ ഫ്രീസ സാമയെ വരെ കൊന്നുകളയാൻ സാധിക്കും. അതുമാത്രമല്ല നിന്റെയൊക്കെ പ്ലാനറ്റിൽ ജനിക്കുന്ന സയാന്മാർക്ക് പലതരത്തിലുള്ള ശക്തികളാണ് ഉണ്ടായിരുന്നത്. അതിൽ കൊടൂരമായ ശക്തിയുള്ള സൂപ്പർ സയാൻ എന്ന വിളിപ്പേരുള്ള ഒരുത്തൻ ഉണ്ടായിരിക്കും. അവനെ കൊണ്ട് ഫ്രീസ സാമയ്ക്ക് വളരെ വലിയ അപകടം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ടാണ് നിന്നെ പോലെയുള്ള സയാന്മാരെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പ്ലാനറ്റ് വെജിറ്റ മുഴുവനായും അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൾ കൊണ്ടാണ് പ്ലാനറ്റ് വെജിറ്റ നശിപ്പിച്ചു കളഞ്ഞത്. നിന്നെ പോലെയുള്ള ഒരു സയാനും ഇനി മിച്ചം ഉണ്ടാവാതിരിക്കാൻ. അതിൽ നിന്ന് അവശേഷിച്ചു പോയ ഒരു കുപ്പത്തൊട്ടിയിൽ ഒരു കുപ്പ മാത്രമാണ് നീ. നിന്നെ കൊണ്ട് ഫ്രീസ സാമയെ എതിർക്കാൻ പോയിട്ട് എതിർത്ത് നിൽക്കുവാൻ ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ലടാ പോട്ടാന്നും പറഞ്ഞ് ഡൊഡോറിമയെ അലറുമ്പോൾ വെജിറ്റ, അതുമാത്രമല്ല നീ ഫ്രീസ സാമയോട് സ്നേഹമുള്ളവനായിരിക്കണം. മുഴുവൻ പ്ലാനറ്റ് വെജിറ്റയും നശിപ്പിച്ചു കളഞ്ഞ ഫ്രീസ സാമയ്ക്ക് എപ്പോഴേ നിന്നെ വേണേലും കൊന്നു കളയാമായിരുന്നു. നിന്നെ ഒരു അടിമയാക്കി അദ്ദേഹം ഇത്ര നാൾ കൊണ്ടു കടന്നില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഡൊഡോറിമ വെജിറ്റയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കേൾക്കുന്ന വെജിറ്റ, എന്റെ ആൾക്കാരെ കൊന്നതിനോ എന്റെ പാരന്റ്സിനെ കൊന്നതിനോ എന്റെ ഗ്രഹം ഇല്ലാതാക്കിയതിനോ ഇതെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചതിനോ അല്ല. എന്റെ പ്രൈഡിനെ മുഴുവൻ ഇല്ലാതാക്കി ഒരു പ്രിൻസ് ആവേണ്ടിരുന്ന എന്റെ സ്ഥാനവേ ഇല്ലാതാക്കി എന്നെ ഒരു അടിമയായിട്ട് കുട്ടിക്കാലം മുതലേ നീയൊക്കെ കൊണ്ടു നടന്നില്ലേ. അതിനുവേണ്ടിയാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത്. എന്റെ പ്രൈഡിന് വേണ്ടിയാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് വെജിറ്റ അലറുമ്പോൾ ഫ്രീസ സാമ രക്ഷിക്കുമെന്നും പറഞ്ഞ് ഡൊഡോറിയ ഭയന്ന് പറയും. അത് പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെയധികം ദേഷ്യം വരുന്ന വെജിറ്റയ്ക്ക് അവന്റെ ബേസ് ഫോം വർദ്ധിപ്പിച്ച് ഇരട്ടിയ ശക്തിയിലേക്ക് മാറ്റിക്കൊണ്ട് ഫൈനല് എക്സ്പ്ലോഷൻ ഉറക്കെ അലറിക്കൊണ്ട് അവന്റെ കീയുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഡൊഡോറിമയെ എരിച്ച് ഭസ്മമായി കളയുകയാണ്. ആ മണ്ടനായ ഫ്രീസ സയാൻ വംശജരെ പേടിച്ച പ്ലാനറ്റ് തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവനെ കൊല്ലാൻ പോകുന്ന ശത്രുവായ എന്നെ കൊല്ലാതെ വിട്ടതാണ് അവൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. അവന്റെ മരണം എന്റെ കൈ കൊണ്ടാണെന്നും പറഞ്ഞ് വെജിറ്റ പല്ല് കടിച്ച് നിൽക്കുമ്പോൾ അതേസമയം പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ കൂടെ ഈ ഒരു യുവവ പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ കിടന്ന് വളരെ പ്രയാസമേറിയ രീതിയിൽ ഗോകു അവന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉയർന്ന ഗ്രാവിറ്റിയിൽ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ എത്താറായി സുഹൃത്തുക്കളെ, അല്പം കൂടി ക്ഷമിക്കുമെന്നും പറഞ്ഞ് ഗോകു, ഫ്രീസ നിന്റെ യമനാടാ ഞാൻ, നീ മിച്ചം വെച്ച ബാക്കിയാടാ ഞാൻ, നിന്നെ കൊല്ലാൻ ഞാൻ വരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ അലറിച്ചിരിക്കുന്നതും ഗോകു യുഎഫ്ഒയിൽ കയറി പറന്നു വന്നുകൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.